പ്രവാചകത്വം ലഭിക്കുന്ന സമയം പ്രവാചകനോട് ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ ഹിറാ ഗുഹയിലേക്ക് കടന്നു വന്ന് ആദ്യം പറഞ്ഞ വാചകം ഇഖ്റ യാ മുഹമ്മദ്, മുഹമ്മദെ വായിക്ക്. പ്രവാചകൻ തിരിച്ചു പറഞ്ഞത് മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും പറഞ്ഞു. പ്രവാചകൻ വീണ്ടും പറഞ്ഞു മാ അന ബിഖാരി, എനിക്കറിയില്ല. 3 തവണയും പറഞ്ഞിട്ടും ഒരേ മറുപടി ആവർത്തിച്ചപ്പോ നബിയെ ജിബ്രീൽ ഒന്ന് അണച്ചുകൂട്ടി പിടിച്ചു, ഒന്ന് ആലിംഗനം ചെയ്തു, ശക്തമായി ഒന്ന് ആലിംഗനം ചെയ്ത് ഒന്ന് വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രയാസത്തോടെ വേദനയോടുകൂടി വീട്ടിലേക്ക് ബേജാറായി വരുന്ന ഒരു രംഗം നമ്മളെല്ലാവരും ചരിത്രത്തിന്റെ വായനയിൽ കേട്ടവരോ മനസ്സിലാക്കിയവരൊക്കെയാണ്. വിഷയം സൂചിപ്പിച്ചു വന്നത്, ഏതൊരു ഇസവും മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, എന്തൊരു സംഗതിയും മനുഷ്യരെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ, മനുഷ്യരെ പടച്ച അള്ളാഹു വെച്ച സംവിധാനം പഠിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക എന്നുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുമ്പം, അല്ലെങ്കിൽ ഇസ്ലാമിലെ ഒരു സംഗതി ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോ അള്ളാഹുവാണ് ഏകൻ എന്ന് പറയുന്നതിന് പകരം ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളിലുള്ള ആകപ്പാടൊരു മാറ്റം, ഒരു പരിവർത്തനം, ഒരു വിപ്ലവം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വചനമാണ് ആദ്യമായി അവതരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് പോലെ സത്യത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് അതായിരുന്നില്ല ആദ്യം അവതരിക്കേണ്ടത് എന്ന് തോന്നാം. പക്ഷെ അതിനേക്കാളും എന്ന് പറയാമോ, തൗഹീദ് എന്ന് പറയുന്ന ഏകത്വത്തിന്റെ വിഷയത്തിൽ പോലും ഗൗരവത്തോടുകൂടി മുന്നോട്ട് വെക്കേണ്ടുന്ന ആദ്യത്തെ പടി, ഒന്നാമത്തെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അങ്ങനെ ഒരു സംവിധാനം, അങ്ങനെ ഒരു ആശയം, അങ്ങനെ ഒരു ചിന്തയില്ലാത്തൊരു കാലത്താണ് വായിക്കണം, അറിയണം, പഠിക്കണം, ജോലി ചെയ്യണം, സംവിധാനങ്ങൾ ഉണ്ടാക്കണം, ബിസിനസ് ചെയ്യണം. പക്ഷെ എന്തുണ്ടായിരിക്കണം? റബ്ബിക്കല്ലദീ ഖലഖ്, നിങ്ങളെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന്റെ നാമത്തിലായിരിക്കണം. അത് പറയാനും പഠിക്കാനും അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും വേണ്ടി തന്നെയാണ് വളരെ കൃത്യമായി ഒന്നാമത്തെ ആദ്യത്തെ വഹയിന്റെ ആരംഭത്തിന്റെ തുടക്കം അത് ലോകത്തിന്റെ രക്ഷിതാവിനെ മനസ്സിലാക്കിയിട്ട് മതി എന്ന് പഠിപ്പിച്ചത്. അതുവരെ എല്ലാം നടക്കുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വിദ്യാഭ്യാസമില്ല എന്ന് പറയുന്നത് അങ്ങേറ്റം അബദ്ധവും ശുദ്ധമായ വിഡ്ഢിത്തരവുമാണ്. പരിശുദ്ധമായ കഅബയിൽ മുഅല്ലഖാത്തുകൾ ഉണ്ടായിരുന്നു, സ്വർണങ്ങൾ കൊണ്ട് എഴുതപ്പെട്ട മുഅല്ലഖാത്ത്. അതിനെ വെല്ലാവുന്ന രൂപത്തിലുള്ള സാഹിത്യ സിദ്ധിയുള്ള കവിതകൾ ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല. അത്ര സമ്പുഷ്ടമായ പദപ്രയോഗങ്ങളോടുള്ള ഇന്നുമില്ല. അറബി സാഹിത്യത്തിൽ ഇന്നും അതുപോലെ അതിനെ വെല്ലാവുന്ന ഭാഷ സാഹിത്യമുള്ളത് ഇന്നുമില്ല. മുഅല്ലഖ, കെട്ടിവെക്കപ്പെട്ടത്, തൂക്കിയിടപ്പെട്ടത് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ച പദം. അന്ന് കഅബയിൽ അവരുപയോഗിച്ചിരുന്ന സ്വർണത്തിന്റെ നൂലുകൾ കൊണ്ട് പല ആളുകളുടെയും, കവികളുടെ, ഏറ്റവും നല്ല പ്രസംഗം പ്രസംഗിക്കുന്ന ആളുകൾ കവലകളിൽ വന്ന് ഓരോ ഗോത്രത്തെയും പ്രതിനിധീകരിച്ച് സംസാരിച്ച് അവരിൽ നിന്ന് ഒന്നാമനെ തെരഞ്ഞെടുത്ത് ആദരിച്ചിരുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിൽ വിദ്യയില്ല, അഭ്യാസങ്ങളില്ല, പഠനങ്ങളില്ല എന്നുള്ളതൊന്നും ശരിയല്ല. പക്ഷെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ, നിരക്ഷരനായ ഒരാളെ എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും അറിയാത്ത ഒരാൾ നിയോഗിക്കപ്പെട്ടത് എഴുത്തും വായനയും അറിയാത്തൊരു കൗമിലേക്കല്ല, ഒരിക്കലും അല്ല. എഴുത്തും വായനയും നന്നായി അറിയുന്ന, മനസ്സിലാക്കുന്ന, എന്നാൽ പരിശുദ്ധനായ പടച്ച റബ്ബിനെ കുറിച്ച് അറിയാത്തൊരു ജനതയിലേക്കാണ്. അതാണ് സത്യത്തിലെ അജ്ഞത എന്ന് പറയുന്നത്. നിരക്ഷരതയും അജ്ഞതയും രണ്ടാണ്. അറിവില്ലായ്മ അങ്ങേറ്റം നീണ്ടിയിരുന്നൊരു സമൂഹത്തിലേക്കാണ് വിജ്ഞാനത്തിന്റെ വിപ്ലവം തീർക്കാൻ
അള്ളാഹുവിന്റെ പ്രവാചകൻ ഒന്നാമത്തെ വചനം കൊണ്ടുവന്നത്. അവിടെ ബുദ്ധിമുട്ടും പ്രതിസന്ധികളും ഉണ്ടായത് ഈ പറയപ്പെട്ട സംഗതികൾ അള്ളാഹിനെ ഉപയോഗിച്ചതുകൊണ്ടാണ്. മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പടച്ച റബ്ബിനെ ഉപയോഗിച്ചു. അള്ളാഹുവാണ് സംവിധായകൻ, അള്ളാഹുവാണ് ഇതിന്റെ ഒക്കെ സ്രോതസ്, സോയ്സ് റബ്ബാണ് എന്ന് പഠിപ്പിച്ചതാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ പഠിക്കണം, മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, എങ്ങനെയാണ് ഒട്ടകത്തെ സൃഷ്ടിച്ചത്. നമ്മള് എത്രയോ ഉപകാരം ലഭിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ജീവികളെ പരിശോധിച്ചോളൂ. എത്രയോ ഉപകാരങ്ങളാ. പശുവോ ഏതെങ്കിലും ആടോ മറ്റു കോഴിയോ മൃഗങ്ങളോ എന്തുമാകട്ടെ, അതിന്റെ എല്ലാം ഉപകാരങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു. അതിനെ വെച്ച് ബിസിനസ് നടത്തുന്നു, അതിനെ വെച്ച് കച്ചവടം ഉണ്ടാക്കുന്നു. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ അതിന്റെ എല്ലാം ജീവശാസ്ത്രങ്ങൾ പഠിപ്പിച്ച് ആളുകൾ വീണ്ടും പണം ഉണ്ടാക്കുന്നു, ആളുകൾ പഠിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ ഇതിന്റെ സോയ്സ് എവിടെയാണ്? ഇതിന്റെ ഉത്ഭവം എവിടെയാണ്? അതാണ് പഠിപ്പിച്ചത്. അല്ലദീ ഖലഖ്, സൃഷ്ടിച്ചതിന്റെ എല്ലാത്തിന്റെയും സൃഷ്ടിപ്പിന്റെ രക്ഷിതാവിനെ ഓർത്തിട്ടാണ് പഠിക്കേണ്ടത്. അങ്ങനെയാണ് വായിക്കേണ്ടത്. ഫഅലം, ധാരാളം സ്ഥലങ്ങളിൽ വന്നതാണ്. ചുന്നോ അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവാണ് ഏകനായ രക്ഷിതാവ്. ഇത് പഠിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കാൻ ഇറങ്ങിയ ഒരാളെ കുറിച്ച് പറഞ്ഞെന്താണെന്നറിയോ? മൻ സലക ത്വരീഖൻ യൽതമിസു ബിഹി ഇൽമൻ സഖലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയാണ് എളുപ്പം. ഒരാൾ അറിവിന്റെ മാർഗം തേടി പുറപ്പെട്ടാൽ, എങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് എത്തിയാൽ അള്ളാഹ് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അങ്ങോട്ട് എളുപ്പമാക്കി കൊടുക്കും. ആ പറയപ്പെട്ടത്. നേരെ മറിച്ച് ഖുർആൻ പഠിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ഹദീസുകള്, ഖുർആൻ പഠിക്കുന്നതിനെ കുറിച്ച് മനപ്പാടാക്കുന്നതിനെ ഒക്കെ ഉണ്ട്. പക്ഷെ അറിവ് സമ്പാദിക്കാൻ, അറിവ് കരസ്ഥമാക്കാൻ, ഏത് വിജ്ഞാനം ആയിക്കോട്ടെ അത് കരസ്ഥമാക്കാൻ വേണ്ടി ഒരാൾ പുറപ്പെട്ടാൽ അള്ളാഹ് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അങ്ങോട്ട് എളുപ്പാക്കുന്നതാണ്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ആളുകൾക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പാക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. എല്ലാ മുസ്ലിങ്ങളും വിജ്ഞാനം ഉണ്ടാക്കിയിരിക്കണം, എല്ലാരും പഠിക്കണം, എല്ലാരും വാടിക്കണം, അറിവുണ്ടാക്കണം. വ ഇന്ന താലിബൽ ഇൽമി യസ്തഗ്ഫിറു ലഹു കുല്ല ഷൈഇൻ, ലോകത്തുള്ള സകലതും അറിവന്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹത്തൽ ഹൈതാൻ ഫിൽ ബഹർ, കടലിൽ കിടക്കുന്ന മത്സ്യങ്ങൾ പോലും അറിവുണ്ടാക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് പ്രതീക്ഷിച്ചിട്ട് തന്നെ ആയിരിക്കണം നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. എന്റെ കുട്ടിയെ LKG UKG അങ്ങോട്ട് ഏതൊക്കെ പഠനങ്ങളുണ്ടോ അവിടെയൊക്കെ കൊണ്ടാക്കുന്നതിന്റെ എന്റെ ലക്ഷ്യം, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ലക്ഷ്യം അവൻ സ്വർഗത്തിലെത്തണം തന്നെയാണ്. അള്ളാന്റെ റസൂലും പഠിപ്പിച്ച തന്നെയാണ്. അറിവ് തേടി പുറപ്പെട്ടാൽ അവൻ സ്വർഗത്തിലെത്തും. കിലോമീറ്ററുകൾ കണക്കിന് വീതിയുള്ള നമ്മുടെ കുടലുകൾ, മുറിച്ചു വെച്ചാലുള്ള കുടലുകൾ, നമ്മുടെ ശാസ്ത്രത്തെ കുറിച്ച് അത് കീറി മുറിച്ച് പഠിച്ച ഒരു മനുഷ്യൻ, ഒരാള്, ഞാൻ ഏതൊരാ പഠനത്തിന് പോയിട്ട് അനാട്ടമിയിൽ പഠിക്കുന്ന ആളുകളുണ്ടാവും. പഠനത്തിന്റെ ഭാഗമായി MBBS പഠിക്കുന്നവർ മനുഷ്യ ശരീരം ചീന്തിയും പിച്ചയും കീറിയുമാണ് പഠിക്കുന്നത്. അത് നേരിട്ട് കാണുന്ന ഒരു മനുഷ്യൻ എങ്ങനെ പടച്ച റബ്ബിൽ വിശ്വസിക്കാതിരിക്കാൻ കഴിയും? ആരാണ് ദ ക്രിയേറ്റർ? ഹൂ ഇസ് ദ ക്രിയേറ്റർ? ആരുണ്ടാക്കിയെന്ന് ചിന്തിക്കുന്നത്. ആ ചിന്തയാണ് പഠനത്തിന്റെ ആരംഭം. നമ്മള് ഒരു വിദ്യാഭ്യാസ വർഷം തുടങ്ങാനിരിക്കുകയാണ്, ഒരു എഡ്യൂക്കേഷൻ നമുക്ക് തുടങ്ങാൻ പോവാണ്. എല്ലാവരും സീറ്റിന് വേണ്ടി, മക്കളുടെ പോസ്റ്റിന് വേണ്ടി, എവിടെയൊക്കെ എങ്ങനെയൊക്കെ നമ്മള് എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ മക്കൾക്ക് വേണ്ടി പണം ചെലവഴിച്ച്, ആളുകളെ കണ്ടുപിടിച്ച്, റെക്കമെൻഡ് ചെയ്യിപ്പിച്ച്, എങ്ങനെയൊക്കെയോ പഠിപ്പിച്ച്, ഇല്ലാത്ത പണം ഉണ്ടാക്കി അവരെ വിദേശങ്ങളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും അയച്ച് ഒക്കെ ചെയ്യുന്നത് ഓൻ പഠിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്, ഓള് പഠിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും ഇതൊക്കെ കൂടെ പഠിച്ചുണ്ടാക്കിയിട്ട് ഓന് പഠിച്ചോനെതിരാകണം, എനിക്കെതിരാണെന്ന് ആരെ മനസ്സിലുമില്ലല്ലോ, ഇല്ല. പക്ഷെ പിന്നെ എങ്ങനെയാണ് പഠനം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം? ഒരു മാവില് ഒരുപാട് മാങ്ങയുണ്ടായാൽ, മാമ്പഴുണ്ടായി കഴിഞ്ഞാൽ ആ കൊമ്പ് ഓട്ടോമാറ്റിക്കായിട്ട് താന്നിങ്ങനെ കിടക്കും. അത് പ്രകൃതിന്റെ നയമാണ്. ഇപ്പൊ വിജ്ഞാനം ഒരു മനുഷ്യനിൽ അങ്ങനെ കുമിഞ്ഞു കൂടിയാൽ ആ മനുഷ്യൻ ഓട്ടോമാറ്റിക്കായിട്ട് വിനയം കാണിക്കുന്നതാണ്. പിന്നെ അങ്ങനെ മനുഷ്യൻ അഹങ്കാരിയായി, അവിടെയാണ് നമ്മൾ പറയുന്നത് റബ്ബിക്കല്ലദീ ഖലഖ്. അള്ളാഹിനെ കുറിച്ച് പഠിക്കാതെ, മനസ്സിലാക്കാതെ, ഓർക്കാതെ ഉള്ള പഠനങ്ങളെല്ലാം അത് വഴികേടിന്റെ മാർഗത്തിൽ ചെന്നേ അവസാനിക്കൂ, ഉറപ്പായിട്ടും. അല്ലെങ്കിൽ പിന്നെന്താ സംഭവിക്കുക? ഒരാളുടെ പഠനത്തിൽ ഒരു ആണും ഒരു പെണ്ണും കൂടിയാൽ അതിലുണ്ടാകുന്ന
ലൈംഗിക ബന്ധത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഒക്കെ പഠിച്ച് ഇതിലൊന്നും ഒരു ധാർമ്മിക ബോധമില്ലെങ്കിൽ പിന്നെ 100% വ്യഭിചാരിയാവൂലേ? ആകുമല്ലോ. അവന്റെ പഠനം കൊണ്ട് അവൻ മനസ്സിലാക്കിയെടുക്കുന്നത് 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ മനസ്സിലാക്കിയെടുക്കുന്നത് ഇതെന്തോ ശാരീരിക സുഖത്തിലുള്ള പ്രക്രിയ മാത്രമാണ് എന്ന് തിരിഞ്ഞാൽ മറ്റൊന്നും നമ്മുടെ പുസ്തകങ്ങളിന്റെ താളുകളിൽ മനസ്സിലാക്കാൻ കഴിയാത്തതല്ലേ? ഒരു രസതന്ത്രത്തിലോ ബയോളജി പഠിക്കുന്ന പുസ്തകങ്ങളിലോ ഇതെല്ലാം സൃഷ്ടിച്ച നാഥന്റെ അനുഗ്രഹമാണ് എന്ന അവസാനം ഒരു വാക്കുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ആ വിഷയം പഠിക്കാനോ പഠിപ്പിച്ചു കൊടുക്കാനോ മനസ്സിലാക്കാനോ നമ്മുടെ മക്കൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ വഴിതെറ്റുന്ന മാർഗങ്ങൾ അനേകമായിരിക്കും. അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അവിടെയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, സമ്പാദിക്കുന്നു, നിങ്ങളെല്ലാം എടുക്കുന്നു, അല്ലദീ ഖലഖ്, അവന്റെ നാമത്തിലായിരിക്കണം നിങ്ങൾ ഇതെല്ലാം ചെയ്യേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവിടെയാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് ഒരു പുറത്തുള്ളൊരു വിജ്ഞാനം ആകരുത്. നമ്മൾ പഠിക്കേണ്ടത് ഒരു പുറത്തുള്ളൊരു വിജ്ഞാനം ആകരുത്. ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. എന്റെ കുട്ടി പഠിക്കുന്നത് MBBS-നാണ്, അത് ഫഖർ പറയാൻ, അഹങ്കാരം പറയാനുള്ളൊരു ഒരു മാധ്യമമേ ആക്കരുത്. എന്റെ കുട്ടി പഠിക്കുന്നത് IAS-നാണ്, അത് നമുക്ക് അഹങ്കരിക്കാനുള്ള ഒരു മാർഗം നമ്മൾ ഒരിക്കലും ആക്കരുത്. നമുക്ക് പറ്റിയ അബദ്ധമാണ്. വിശുദ്ധ ഖുർആൻ വളരെ ക്ലിയർ ആയ വിഷയം പറഞ്ഞു. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ. ചില ആളുകൾ നരകത്തിലേക്ക് പോകേണ്ടുന്ന ആളുകളെ പറ്റി പരാമർശിച്ചപ്പോൾ അവർ പഠിക്കുന്നത് ദുനിയാവിന്റെ പുറമോടിയിലാണ്. എത്ര ക്ലിയർ ആണ് അല്ലാഹ് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ പറയാണ്, വഹും അനിൽ ആഖിറതി ഹും ഖാഫിലൂൻ. അവർ ആഖിറത്തിനെ കുറിച്ച് എങ്ങനെയൊക്കെ പോയാലും അവസാനിക്കേണ്ടുന്ന ജീവിതത്തെ കുറിച്ച് അവർ ഗഫലത്തിലായിരുന്നു, അശ്രദ്ധയിലായിരുന്നു. അതുകൊണ്ട് അവർക്ക് പയച്ചു പോയി എന്നാണ്. അപ്പൊ നമ്മൾ പഠിക്കുന്നതും നമ്മൾ പഠിപ്പിക്കുന്നതും പടച്ചോനെ മനസ്സിലാക്കാനും ധാർമ്മികത ഉൾക്കൊള്ളാനും അവരുടെ ഖബർ നന്നാക്കാനും നമുക്ക് ഗുണം കിട്ടാനും തന്നെയായിരിക്കണം. അതുകൊണ്ടാണല്ലോ ഒരാള് മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്താ കിട്ടുക? മരിച്ചു കഴിഞ്ഞാല് അല്ല മക്കളെ കൊണ്ട് എന്താ കിട്ടുക? ആകെ കിട്ടേണ്ട പ്രാർത്ഥനയല്ലേ? വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിച്ചാണ്. നമ്മൾ ഇത്ര കാലം പഠിപ്പിച്ച് അവരങ്ങനെയാക്കി ഇങ്ങനെയാക്കി ജോലി ഉണ്ടാക്കി എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നു അല്ലേ? പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ആകാം. ഇപ്പൊ എനിക്ക് ഒരു ബിസിനസ് ഉണ്ട്, എന്റെ കൂടെ എന്റെ മോനെ ഞാൻ കൂട്ടുന്നു, എന്റെ മകളെ ഞാൻ കൂട്ടുന്നു, ഞാൻ ബിസിനസ് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇതെങ്ങനെ ചെയ്യേണ്ടത്, ഈ കട എങ്ങനെ നടത്തിക്കൊണ്ടോണ്ടി, ഇതൊക്കെ പഠനം തന്നെയാണ് ഇതെല്ലാം. പക്ഷെ കൂട്ടത്തിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇതൊക്കെ പഠിച്ചോന് അള്ള ഉണ്ടാക്കി തന്നതാണ്. ഇതൊന്നും നമ്മളിങ്ങനെ ഒറ്റക്ക് ഉണ്ടാക്കണല്ല. ഇത് വളരെ ക്ലിയർ അല്ലേ? വളരെ ക്ലിയർ ആണ്. ആ സംഗതി പഠിപ്പിച്ചു കൊടുക്കാൻ വിട്ടുപോയാൽ, മറന്നു പോയാൽ വഴികേടിന്റെയും വലാലത്തിന്റെയും മാർഗത്തിൽ നമ്മൾ അകപ്പെട്ടു പോകുന്നതിന് നമ്മൾ മാത്രമാണ് പഴിക്കേണ്ടത്. നമ്മൾ മാത്രം. ഇപ്പൊ ഒരു കുട്ടീനെ LKG കൊണ്ടാക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്താ ഫീസ്? അത്യാവശ്യം ഫീസില്ലേ? ഉണ്ടല്ലോ. ഏറ്റവും ചുരുങ്ങിയത് ഒരു 5000 റുപ്യന്റെ അടുത്ത് ഒരു മാസം നമ്മൾ കുട്ടിക്ക് ചെലവാക്കേണ്ടി വരും. 2000 റുപ്യ 3000 റുപ്യ 5000 റുപ്യ ഒരു കൊല്ലത്തിൽ എന്താ ഫീസ്? നല്ല ഫീസാണ്. ഇതിങ്ങനെ വളർന്ന് വലുതായി ഒരു പാകത്തിലേക്ക് എത്തുമ്പോ പോതന്തേ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കോ? ഇല്ലല്ലോ. അതിനാ മാർഗം വെട്ടിക്കൊടുക്കാൻ ഏതൊരു രക്ഷിതാവിനും ബാധ്യതയുണ്ടെന്നാണ്. ഏതൊരു രക്ഷിതാവിനും ബാധ്യതയുണ്ട്. ഈ പഠനം എന്ന് പറയുന്നത് അള്ളാനെ മറന്നൊരു പഠനം ഒരിക്കലും ആകാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു 4 കാര്യങ്ങൾ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ 4 കാര്യങ്ങൾ നിങ്ങൾ അള്ളാഹുവിനോട് ശരണം തേടണം. ഒന്നാമത്തെ കാര്യം മിൻ ഇൽമിൻ ലാ യൻഫ, ഉപകാരപ്പെടാത്ത അറിവാണ്. എന്തുണ്ടായിട്ടെന്താ? കൊട്ടക്കണക്കിന് കനം തോന്നുന്ന വിജ്ഞാനം പേരിന്റെ കൂടെ അവനവന്റെ വീടിന്റെ ചുമരിന്റെ മുൻപിൽ എഴുതി വെക്കാൻ എത്രയോ അക്ഷരങ്ങൾ കൂട്ടിവെച്ച് അത് സ്വർണത്തിന്റെ കളറിൽ എഴുതി വെക്കാൻ പാകത്തിന് വിജ്ഞാനമുണ്ടായി. അള്ളാനെ മനസ്സിലാക്കാത്തവനും കുടുംബത്തിലേക്ക് ഉപകാരം ചെയ്യാത്തവനും വാപ്പനും ഇമ്മനും ബഹുമാനിക്കാത്തവനും ഒക്കെ ആയിട്ട് എന്ത് ഗുണം ഉണ്ടാകുക? ഒരു ഗുണം ഉണ്ടാവില്ല. ചിലപ്പോഴൊക്കെ ആളുകൾ ഇങ്ങനെ പറയും, കുറേണ്ട് പഠിപ്പിച്ചുണ്ടാക്കിയെന്നല്ലാതെ എനിക്കൊരു ഗുണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ഗുണം കിട്ടാഞ്ഞിട്ടല്ല, ഒരു ഗുണം ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ അവസാനത്തേക്ക് എത്തിയപ്പം അവനവനെ തന്നെ മറന്നൊരു ലൈഫ് കുട്ടികൾക്ക് ഉണ്ടാകുകയാണ്. അതുകൊണ്ട് വിജ്ഞാനം, അറിവ് തേടണമെന്നുള്ളതും മനസ്സിലാക്കണം എന്നുള്ളതും ഇസ്ലാമിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് പഠിപ്പിക്കാതിരുന്നിട്ടൊന്നും കാര്യമില്ല. ഏതും വിജ്ഞാനമാണ്, ഏതും പഠിപ്പാണ്. അത് അറബി കോളേജ് ആകാം, അല്ലാത്തതാകാം, സയൻസ് ആകാം, ഒക്കെയാകാം, എല്ലാമാകാം. എന്തിനേറെ യാത്രയുടെ സാഹിത്യം. ഇപ്പൊ ഇബ്നു ബത്തൂത്തയൊക്കെ എത്ര ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലേക്ക് രചിക്കപ്പെട്ട മഹാനായ മനുഷ്യനാണ്. എത്ര നല്ല ഇസ്ലാമികരെ ജീവിച്ച ആളാണ്. യാത്രകളുടെ സാഹിത്യത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഒന്ന് വായിച്ചു നോക്കണം ഇബ്നു ബത്തൂത്തയുടെ ഗ്രന്ഥങ്ങളൊക്കെ.
എത്ര യാത്രകൾ നടത്തി, എത്ര സുന്ദരമായി എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം കണ്ടുപിടിച്ചത്, യാത്ര ചെയ്തതുപോലെ ചരിത്രത്തിൽ ഈ ആധുനിക ലോകത്തൊരു മനുഷ്യൻ യാത്ര ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അത്ര സുന്ദരമായ സ്ഥലങ്ങളിലൂടെ കടന്നുപോയി. എല്ലാം പഠനാണ്, എന്തും പഠനാണ്. പക്ഷേ ഈ പഠിക്കുന്നതൊക്കെ പഠിച്ചവനെ മനസ്സിലാക്കാനാണ് എന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമുക്ക് വിജയമുള്ളത്. അതിൽ മാത്രമായിരിക്കും നമുക്ക് വിജയം ഉണ്ടാകുക. ഏത് സാഹചര്യവും ഏത് പഠനം നമ്മൾ സെലക്ട് ചെയ്താലും, എന്തു പഠനമായിക്കോട്ടെ, അത് MBBS എഞ്ചിനീയറിങ്ങോ അറബിക് കോളേജുകളോ എന്താണോ പഠിക്കുന്നത്, ആ പഠിക്കുന്ന സംഗതിയിൽ നമുക്ക് ഖൈറുണ്ടാകണം. മൻ യുരിദിനില്ലാഹു ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. എന്ത് പഠിച്ചു എന്നല്ല, ഓൻ ഡോക്ടറായോ എഞ്ചിനീയറായോ ഓ മതം വിദ്യാഭ്യാസം നേടി അവൻ ആളുകൾക്ക് ദഅവത്ത് നടത്തുന്നത് എന്തോ ആയിക്കോട്ടെ, അവന്റെ ജോലിയുടെ ഭാഗമോ എന്തോ ചെയ്യട്ടെ, അതൊന്നൊരു പ്രശ്നമല്ല. പക്ഷെ അതിൽ അള്ളാഹിനെ ഭയപ്പെടുന്നവരായി മാറുക എന്നുള്ളത് ഇതിന്റെ ഭാഗമാണ്. പടച്ച റബ്ബ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതും ഒക്കെ പഠിക്കണം, കുട്ടികൾ നന്നാകണം, സ്ഥാപനങ്ങൾ നന്നാകണം, ഏറ്റവും നല്ല ആളുകൾ ഉണ്ടാകണം എന്നൊക്കെ മനസ്സിൽ അങ്ങേറ്റം ആഗ്രഹിച്ചിട്ടാണ്. എന്നാൽ ഇന്നത്തെ ഒരു സയൻസ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അങ്ങേറ്റം പ്രതിസന്ധിയാണ്. കാരണം LP സ്കൂളിലും UP സ്കൂളിലും കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടുക നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം എന്താ പോലെ പറയാ, കാരണം ഓല് തെറ്റ് ചെയ്യാൻ പക്വത കാണിക്കുന്ന കുട്ടികൾ മനസ്സുള്ള പോലല്ല. പക്ഷെ ആ പ്രായത്തിൽ കുട്ടികൾ വേറെ തന്നെ കൊല്ലുക, ഇങ്ങനെയൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം എവിടെ കൊണ്ട് എത്തിക്കുക എന്നൊക്കെ ഉള്ളത്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അറിയേണ്ടത്, നമ്മുടെ കൂടെ ദീനിന്റെ കൂടെ അവരെ സഞ്ചരിക്കാൻ വേണ്ടി പഠിപ്പിക്കണം. അതൊരു പഠനമാണ്. അത് ഒന്നും കിട്ടാത്തൊരു സാധനമാണല്ലോ. അത് നമ്മൾ കൊടുത്തേ മതിയാകും. എത്ര നല്ല വിദ്യാഭ്യാസങ്ങൾ കൊടുത്തോളി. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീബ്രു ഭാഷ പഠിക്കാൻ, ജൂതയുടെ ഭാഷ പഠിക്കാൻ ആളെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും എന്ത് വിജ്ഞാനം അവിടെ നിന്ന് കിട്ടുമോ അതൊക്കെ നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ സ്വഭാവമാണ്, മുസ്ലിം ഉമ്മത്തിന്റെ സ്വഭാവമാണ്. വിജ്ഞാനം അങ്ങോട്ട് നേടുക എന്ന് പറയണത്. ഏത് ഭാഷയും നമ്മൾ കരസ്ഥമാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ നമ്മളൊക്കെ പഠിക്കണം. പക്ഷെ ആ കൂട്ടത്തിൽ പഠിച്ചോനെ നമ്മൾ മനസ്സിലാക്കണം. പടച്ചോനം മറന്നൊരു പഠനം നമുക്ക് എവിടെ എത്താൻ കഴിയില്ല. ഒരു ഉപകാരം നമുക്ക് ചെയ്യില്ലെന്ന് മാത്രം. നമ്മുടെ തലമുറക്കോ നമ്മുടെ കാരണവർമാർക്കോ അങ്ങോട്ട് ചിന്തിച്ചാലും ഇങ്ങോട്ട് ചിന്തിച്ചാലും ആർക്കും ഉപകരിക്കാത്ത രൂപത്തിലായിരിക്കും ഉണ്ടാകുക. അങ്ങനെ ഉണ്ടാവരുത്. അങ്ങനെ വിജ്ഞാനം വിനയമുള്ള ആളുകൾ പഠിച്ചാൽ എല്ലാവർക്കും ഉപകാരമായിരിക്കും. ചില ഓഫീസിൽ ചെന്നാൽ ഭയങ്കര വിജ്ഞാനം, നല്ല ഉപകാരം ചെയ്ത് കുറേ ആളുകൾ. ചില ഓഫീസിൽ ചെന്നാലോ വെറുതെ ഇട്ട് ഓടിക്കും, ഒരു ആവശ്യം ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകളുടെ സ്വഭാവം എന്താ? വിജ്ഞാനം തൂങ്ങാനോ വിനയം കാണിക്കാനോ തിരിച്ച് നേരേക്ക് മേപ്പെട്ട് പൊന്തിയിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടാവും. അവരിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും. ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത, ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത, നാളെ പരലോകത്ത് ഉപകാരമില്ലാത്ത കുറെ ആൾക്കാർ. ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പഠിപ്പിക്കുന്നുണ്ടോ അത് അള്ളാഹുവിന്റെ മാർഗത്തിലാകണം എന്നൊരു നിയ്യത്തോടു കൂടി തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹിൽ ഫായിസീന വമൻ വലാ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും അഡ്മിഷനും പഠനവും ഒക്കെ നടക്കുന്ന സമയമാണ്. SSLC +2 ഒക്കെ റിസൾട്ട് വന്ന സമയങ്ങളാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടുന്നത് നല്ല സന്ദേശം, അതുപോലെ തന്നെ ദീനീ വിജ്ഞാനമാണ്. എൻ്റെ ഒരു അനുഭവത്തിലുള്ളത്, പല ആളുകളും മക്കളുടെ കാര്യത്തിൽ ഭയപ്പെടുന്ന ആളുകളാണ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ പുറത്തു വിട്ടാൽ ഒരു കേടാവും, പുറത്തു പറഞ്ഞാൽ ഒരു നാശാവും എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളാണ്. അവിടെ ശരിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഏകദേശം എല്ലാം കണക്കാണ്. ഏറെക്കുറെയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന ഗുരുകുല സമ്പ്രദായമല്ലാത്തതെല്ലാം ഒക്കെ ഒരേപോലെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ കുട്ടികൾക്ക് മതബോധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുനിയാവിന്റെ എങ്ങോട്ടും വിടാം. കുട്ടികളും അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടത്. ഞാനൊരു മോശപ്പെട്ട സാഹചര്യത്തിൽ എത്തിയാൽ ഞാൻ വഴി വെച്ചു പോകാനാണ് സാധ്യത കൂടുതലെങ്കിൽ നമ്മൾ പോകണ്ട, നമുക്ക് അതിൽ ഹൈറുണ്ടാവും. അത് മക്കളും രക്ഷിതാക്കളും ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. നേരെ മറിച്ച് നമുക്ക് കോൺഫിഡൻസ് ഉള്ള, ഓവർ കോൺഫിഡൻസ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മളെ കുട്ടികളെ നമ്മൾ പുറത്തു വിടണം. നല്ല യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യണം, കച്ചറകളില്ലാത്ത നല്ല, പ്രത്യേകിച്ചും ഇന്ത്യ വിടാൻ പറ്റുമെങ്കിൽ, ഇന്ത്യക്ക് പുറത്തും വിദ്യാഭ്യാസം നേടാൻ പറ്റുമെങ്കിൽ അതിൻ്റെയൊക്കെ സമയമാണ്. അപ്പോൾ
എല്ലാ സ്ഥലങ്ങളിലും. ഇപ്പോൾ ഇപ്രാവശ്യം സൗദി അറേബ്യയിൽ ഇഷ്ടം പോലെ യൂണിവേഴ്സിറ്റികൾ, അത് എംബസി ത്രൂ ആണ് അഡ്മിഷൻ എടുക്കുന്നത്. എല്ലാത്തിനും ഉണ്ട്, എല്ലാ സബ്ജക്റ്റും ഉണ്ട്, എല്ലാ സയൻസ് സബ്ജക്റ്റുകളും ഒക്കെ ഉണ്ട്. ഒറ്റ അഡ്മിഷനാണ്. ഒരു ലിങ്ക് വഴി കൊടുത്താൽ നമുക്ക് സ്കോളർഷിപ്പോ അല്ലാതെയൊക്കെ കിട്ടും, പൈസ കൊടുത്തിട്ടൊക്കെ കിട്ടും. ഇതൊക്കെ നമ്മൾ വിട്ട് പഠിച്ച് നമ്മുടെ കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുള്ള ആള് വിദ്യ നേടിയാൽ അതിന്റെ ഗുണം ഞമ്മക്കാണ്. അപ്പൊ നമ്മൾ ആ കൂട്ടത്തിൽ നമ്മുടെ കുട്ടികൾ ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ടും വിടാം, ഒരു പ്രശ്നമില്ല. നേരെ മറിച്ച് ഓക്കെ അല്ല എന്നാ തോന്നുന്നവർക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യേണ്ടിയുള്ളൂ, നമ്മുടെ കൂടെ തന്നെ നിർത്തുക, അതിനുള്ള റെമഡികൾ സ്വീകരിക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ കോൺഫിഡൻസിൽ അവരെ വിടണം, നിർബന്ധമായിട്ട് വിടണം. മുൻഗാമികളുടെ ചരിത്രം എങ്ങനെയാണ്? ഓലൊക്കെ അറിവ് തേടി യാത്ര ചെയ്തവരാണ്. അപ്പൊ പടച്ചോനെ പേടി ഉണ്ടാക്കി കൊടുത്തൊരു കുട്ടിയെ എങ്ങട്ടും വിടാം. വളരെ പക്വതയുള്ള കുട്ടികളാണ് ഇപ്പോഴത്തെ എല്ലാ ആൾക്കാരും. എല്ലാം അറിയുന്ന ആളാണ്. എന്താ ദീന്, എന്താ ഇസ്ലാം, എന്താണ് ഈ പറയപ്പെട്ട തിന്മ, അതിനെക്കുറിച്ചൊക്കെ നമ്മളെക്കാളും കൂടുതൽ ഭയങ്കര ധാരണയുള്ള ആളുകളാണ് അവരൊക്കെ. അവിടെ ക്ലിയർ ആണ് അവരുടെ വിഷനൊക്കെ. അവിടെ അവരുടെ കൂടെ നിന്ന് ഓക്കെയാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തു വിടണം, പഠിക്കാൻ അവർ പറഞ്ഞേക്കണം. അവരിഷ്ടപ്പെടുന്നതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവർക്കൊരു താല്പര്യം ഉണ്ടാവും, ആ താല്പര്യത്തിന്റെ കൂടെ നമ്മൾ നിൽക്കാൻ പഠിക്കണം. അങ്ങനെ ചെയ്താൽ അവർക്കും ഗുണമുണ്ടാവും, നമുക്കും ഗുണമുണ്ടാവും. അപ്പൊ നമ്മൾ അവർക്ക് നമ്മളാൽ ചെയ്തു കൊടുക്കേണ്ട സംഗതി ദീനീ വിജ്ഞാനാണ്. പടച്ചോനെ പേടി നമ്മൾ തന്നെ ഉണ്ടായി കൊടുക്കണം. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ അവിടുന്ന് ഇവിടുന്ന് ഒന്നും കൊടുക്കാൻ പറ്റുന്നൊരു സാധനം എന്നല്ല. അത് വീട്ടിൽ നിന്ന് പാപ്പാക്കും ഉമ്മാക്കൊക്കെ നിസ്കാരം ഉണ്ടാകണം. പാപ്പിയമ്മയൊക്കെ പടച്ചോനെ പേടിക്കുന്നത് മക്കൾ കാണണം. അത് കുട്ടിയൊക്കെ തൊള്ള തുറന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടിയെന്നുള്ളത്. അപ്പൊ മക്കളെല്ലാവരും നമ്മുടെ മാർഗത്തിൽ നമ്മുടെ കൂടെയൊക്കെ സഞ്ചരിക്കും. അങ്ങനത്തെ കുട്ടികളെ നമ്മൾ പുറത്തു വിട്ട് പഠിപ്പിക്കുകയും അവർക്ക് നല്ല വിജ്ഞാനം കൊടുക്കുകയൊക്കെ ചെയ്യണം. അള്ളാഹു വിജ്ഞാനമുള്ള വളരെ സുന്ദരമായ ഒരു ലോകം നമുക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വിജ്ഞാനമുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ ഭൂമിയിലെ എല്ലാ ആളുകളും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ മലക്കുകളടക്കം എല്ലാവരും പ്രാർത്ഥിക്കുന്നത് വിജ്ഞാനദാഹികൾക്ക് വേണ്ടിയാണ്. നമ്മൾ പുറത്തുവിടുന്ന നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹുവിന്റെ കാവലും രക്ഷയും സമാധാനവും ഉണ്ടാക്കി അള്ളാഹു അവരെയും നമ്മളെയും സ്വർഗത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ നാട്ടില് ഐന്തൂര് ചെമ്മല ശിഹാബ് എന്നവര് 3 ദിവസമായി ദുബായിൽ ഹോസ്പിറ്റലിലാണ്. നിങ്ങൾ വാട്സപ്പിലൂടെയൊക്കെ പലരും അറിഞ്ഞിട്ടുണ്ടാവും. നാട്ടില് ലീവിന് വരാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് കുഴഞ്ഞു വീഴുകയും അടിയന്തിരമായി ശസ്ത്രക്രിയക്ക് വിധേയമാവുകയും, ഇത് ഈ ന്യൂസ് അറിയുന്ന സമയം വരെ വെന്റിലേറ്ററിലാണ് ഉള്ളത്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് അറിയൂല. പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് 3-4 ചെറിയ പെൺകുട്ടികളാണ് അവരെ നാട്ടിൽ വെച്ച് അവരെ കാത്തു നിൽക്കുന്നത്. അപ്പോൾ ആ സാഹചര്യമൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കുടുംബത്തിലൊക്കെ സംഭവിക്കാവുന്ന ഇത്തരം സാഹചര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട ശിഹാബ് എന്നവർക്ക് പരിപൂർണമായ ആരോഗ്യം പ്രദാനം ചെയ്ത് നാട്ടിൽ തിരിച്ചെത്താനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളെ കടന്നു പോകുന്ന ആളുകൾ അവരുടെ കുടുംബമാണ്. ഭാര്യയും ഉപ്പയും ഉമ്മയൊക്കെ അടങ്ങുന്ന വലിയൊരു കുടുംബം ഉണ്ടാവും. അള്ളാഹു അവർക്ക് മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ജീവിതത്തിൽ റഹ്മത്തും റാഹത്തും ബർക്കത്തും എല്ലാം ആ കുടുംബത്തിനും അദ്ദേഹത്തിനും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതും രഹസ്യവും പരസ്യവും ഞങ്ങൾ കളിയായും തമാശയായും ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തും അപ്പാക്കി നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള ഉമ്മമാർ, ജ്യേഷ്ഠ സഹോദരന്മാർ, പണ്ഡിതവര്യന്മാർ, ഞങ്ങളങ്ങോട്ട് ഇഷ്ടപ്പെട്ടവരും ഏറെ ഇങ്ങോട്ട് സ്നേഹിച്ചവരും അവരെയും ഞങ്ങളെയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. ധാരാളം ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. പണമില്ലായ്മ കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്, രോഗങ്ങൾ കൊണ്ട് ഒരുപാട് പ്രയാസങ്ങളും വേദനകളും അനുഭവിക്കുന്നവരാണ്. അവരുടെയും ഞങ്ങളുടെയും പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ ഞങ്ങളെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നവരാണ് അവർ. അവർക്ക് നീഹത്തിലും പരത്തിലും ഖൈർ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മനസ്സിൽ നിന്ന് വാശിയും വൈരാഗ്യവും അഹങ്കാരവും അഹന്തയും വെറുപ്പും വിദ്വേഷവും നീ എടുത്തു കളയണേ റഹ്മാനെ. ഞങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹവും കാരുണ്യവും ഐക്യവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ പരലോകത്ത് അർശിന്റെ തണൽ ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ജീവിതത്തിൽ ഞങ്ങൾക്ക് റഹ്മത്തും റാഹത്തും ബർക്കത്തും ഹിദായത്തും ഫദ്ലും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ കുടുംബത്തിലും എല്ലാം ഹലാലായ മാർഗമുണ്ടാക്കി തീർക്കണേ റഹ്മാനെ.
അള്ളാഹുവെ കാലാവസ്ഥകൾക്ക് അനുകൂലമാക്കി തീർക്കണേ റഹ്മാനെ.